ഹായ് ഹലോ എവരിവൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മറ്റൊരു റെസിപ്പി കൂടി ഞാനിന്നിവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ച് എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാം തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യാത്ത തികച്ചും ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ജാമാണ്. അപ്പോൾ നമുക്കിത് 3 മാസം വരെയും റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഉരുളക്കിഴങ്ങിൽ വെറി ക്ലോറോജനിക് ആസിഡ് അതിൻ്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ലൈറ്റ് പർപ്പിൾ ഷെയ്ഡിലേക്ക് ഒരു കളറ് മാറുന്നത് കാണാം. എങ്കിലും അത് ഇതിൻ്റെ സ്ട്രക്ചറിനെയോ അല്ലെങ്കിൽ ഫ്ലേവറിനെയോ ഒന്നും അഫക്റ്റ് ചെയ്യുകയില്ല. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ജാം അത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 5 ഉരുളക്കിഴങ്ങാണ്. അതിനെ വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊലി റിമൂവ് ചെയ്യുക. ഇനി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്യുക. ശേഷം ഒന്നുകൂടി എടുക്കുക. അതിനുശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് സ്മൂത്തായി അരച്ചെടുക്കുക. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ വെള്ളം ആവശ്യമായി വരികയാണെങ്കിൽ ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ അരച്ചെടുത്ത ഈ ഒരു പൊട്ടറ്റോയുടെ മിക്സ് തിക്കായിട്ടായിരിക്കുന്നത്. ഈ രീതിയിൽ നമുക്കിതിനൊന്നും അരിച്ചെടുക്കാൻ പറ്റുകയില്ല. കുറച്ചൊന്ന് വാട്ടറി ആക്കി എടുക്കണം. അതിനുവേണ്ടി മാത്രം ഈ മിക്സിയിൽ നിന്നും വലിയൊരു ബൗളിലേക്ക് മാറ്റുക. അതിനുശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് ലൂസായിട്ടുണ്ട്, വാട്ടറി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് അരിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു സ്ട്രെയിനർ ഉപയോഗിക്കാം. കുറച്ചുകൂടി എളുപ്പത്തിന് നല്ല വൃത്തിയുള്ള ഒരു വെളുത്ത തുണി അതിലേക്ക് ഇതൊഴിച്ച് ഒരു കിഴി പോലെയാക്കി നമുക്ക് ചെറുതായിട്ട് പ്രസ് ചെയ്ത് ഇതിനെ ഒന്ന് ഫിൽറ്റർ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമ്മളിങ്ങനെ അരിച്ച് കിട്ടിയ ഈ ഒരു ജ്യൂസ്, പൊട്ടറ്റോയുടെ ജ്യൂസ് ഇതാ ഇത്രയുമുണ്ട്. അതായത് 3 കപ്പാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 3 കപ്പിന് 3 കപ്പ് പഞ്ചസാര എന്നതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. അതല്ല, കുറേ കൂടി മധുരം വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മധുരം കൂടുതലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് അരിച്ച് കിട്ടിയ പൊട്ടറ്റോയുടെ ഈ ഒരു ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് കുറച്ച് കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട. വളരെ കുറഞ്ഞ അളവിൽ മതിയാകും. ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയുമാണ്. കുരുമുളക്, ഗ്രാമ്പു, അതുപോലെ തന്നെ കറുവപ്പട്ട, പിന്നെ കുറച്ച് ജാതിപത്രി അതുകൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സ്പൈസസ് ചേർത്ത് ഈ ഒരു അരച്ചെടുത്ത പൊട്ടറ്റോ ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ ഈ ഒരു പൾപ്പിനെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കൈവിടാതെ കണ്ടിന്യൂസ് ആയിട്ട് ലോ ഫ്ലെയിമിൽ വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കുവാൻ. അപ്പോൾ ഇപ്പം നല്ല വാട്ടറി ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതൊന്ന് തിക്കായിട്ട് വരും. കുറേ കുമിളകൾ അവിടെ ഇവിടെ പൊങ്ങി വരും. അപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. പാനിൻ്റെ ചൂട്ടിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ചെറുതായിട്ടൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 3 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. അതല്ല എങ്കിൽ പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി നന്നായിട്ട് ഇളക്കുക. ഇനി ഇതിലേക്ക് നല്ല വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ നാരങ്ങയാണെങ്കിൽ 2 എണ്ണം ആവശ്യമായി വരും. അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ നീര്, നാരങ്ങ ജ്യൂസ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന കറുവപ്പട്ട, അതുപോലെ തന്നെ ജാതിപത്രി, കുരുമുളക്, ഗ്രാമ്പു ഇതൊക്കെ ഏറ്റവും അവസാനം ഇതിൽ നിന്നും എടുത്തു മാറ്റുക. ഓക്കെ, അപ്പോൾ ജാമിൻ്റെ കൺസിസ്റ്റൻസി എല്ലാവർക്കും അറിയാം, കുറച്ച് തിക്കായിട്ട് വരണം. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ ജാം എങ്ങനെയാണത് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാകുന്നത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. വളരെ കുറഞ്ഞ ഫ്ലെയിമിലായിരിക്കണം. അതുപോലെ തന്നെ ഈ പാനിൻ്റെ സൈഡിലൊക്കെ ജാം പോലെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ട് ഈ ഒരു മിക്സ് വന്നിട്ടുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കാം ഇത് ജാമിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക്, ആ ഒരു സ്ട്രക്ചറിലേക്ക് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്കിത് സ്റ്റൗവിൽ നിന്നും വാങ്ങാവുന്നതാണ്. കൂടുതൽ കട്ടിയാകാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ
ഇത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് വാങ്ങിയതിന് ശേഷം കുറച്ച് തന്നെ ഉറഞ്ഞ് കട്ടിയാവും. അപ്പോൾ ഒരുപാട് നമുക്ക് എന്താ പറയുക തിക്കായിട്ട് വരുമ്പോൾ അതെടുത്ത് നമുക്ക് ബ്രെഡിലും ചപ്പാത്തിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചൊരു ലൂസ് ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കിത് സ്റ്റൗവിൽ നിന്നും വാങ്ങാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഡെലീഷ്യസാണ്, വളരെ ഹെൽത്തിയാണ്. ഹോം മെയ്ഡായിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ ജാമിൽ മറ്റ് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്ത് വൈസ് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും പൊട്ടറ്റോ ഉപയോഗിച്ച് ഉണ്ടാക്കി നോക്കുക. ഇതാ കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസി കുറച്ച് ലൂസാണ്. പക്ഷേ ഇത് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു ബൗളിലിരുന്ന് കുറേ കൂടി തിക്കാവും. അപ്പോൾ നമുക്ക് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ആ ജാമിൻ്റെ അതേ കൺസിസ്റ്റൻസിയിലേക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.